മൂന്നാമതും മണ്ഡലത്തിൽ മിന്നും വിജയം നേടാൻ കഴിയുമെന്ന് രവിപുരത്തെ LDF സ്ഥാനാർത്ഥി എം നൌഷാദ്. 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. RSPയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നും അത് പ്രചാരണായുധമാക്കുന്നില്ലെന്നും എം നൌഷാദ് 24നോട് പറഞ്ഞു. കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എം നൌഷാദാണ് 24നൊപ്പമുള്ളത്. മൂന്നാം അംഗത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അറിയുന്ന നാടാണ്, നാട്ടുകാരാണ്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ MLA എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇതായിരിക്കും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക. LDF 3.0യിലേക്ക് കടക്കുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇടത് കോട്ടയായിട്ട് കൊല്ലം നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ കോട്ട തന്നെയാണ്. അത് നിലനിർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നാട്ടിൽ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടല്ലോ, അത് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മറയ്ക്കാനൊന്നും കഴിയില്ല. എതിർ സ്ഥാനാർത്ഥിയെ ചൊല്ലി, സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങൾ അത് ഇരവിപുരത്തെ ഒരു ശ്രദ്ധ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയായിട്ട് ഇരവിപുരം മാറിയിരിക്കുകയാണ്. ആ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നുണ്ടോ? ഇല്ല, അത് സ്ഥാനാർത്ഥി എന്നുള്ള അർത്ഥത്തിൽ അതെൻ്റെ വിഷയമേ അല്ല. അതൊക്കെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. ഇവിടെ ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് എൻ്റെ പ്രസ്ഥാനം എന്നെ ചുമതലപ്പെടുത്തി ജനങ്ങൾ അത് അംഗീകരിച്ചു തന്നു. ആ പ്രസ്ഥാനത്തോടും ജനങ്ങളോടുമുള്ള കടപ്പാട്, ഉത്തരവാദിത്വം അത് പരമാവധി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് പ്രചാരണം. അല്ല, വിജയം ഉറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 ഞാൻ മത്സരിക്കുമ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് 2021 കിട്ടി. അതിനെ 2026 എത്തുമ്പോൾ 2016-21 ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ 2021-26 ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസമുണ്ട്. 2021 ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഇരവിപുരം LDF തുടരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എം നൌഷാദ് 24നോട് പങ്കുവച്ചത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.